സിരിജി പാർത്തൻ ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ വലിയ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഷെയ്ഖ് ഹസീനെ ഇന്ത്യയിൽ അഭയം കൊടുത്തു. മുഹമ്മദ് യൂനസ് ഇടക്കാല സർക്കാരായി ബംഗ്ലാദേശിൽ വന്നു. ഇപ്പോൾ മുഹമ്മദ് യൂനസ് പറയുന്നത് ഹസീന ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ബംഗ്ലാദേശിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടിയാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഒരു താക്കീത് പോലെ മുഹമ്മദ് യൂനസ് പറയുന്നുണ്ട് എങ്കിലും ഇന്ത്യയെ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സർക്കാരിനെ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിന് ഒരു ഭയമുണ്ട് എന്നുള്ളത് ഉറപ്പു തന്നെയാണ്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഹസീന മിണ്ടിയാൽ അവരെ വിചാരണയ്ക്കായി ഇങ്ങോട്ട് വിടേണ്ടി വരും എന്നുള്ള ഒരു ഭീഷണി കൂടി അതിലുണ്ട് എന്നുള്ളതാണ്. ഇനി എന്താകും ഇന്ത്യ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട്? ഈ ബംഗ്ലാദേശ് വന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അല്പം ചിരി പടർത്തുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു 7-8 മണിക്കൂർ സമയം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായും കീഴടക്കാൻ കഴിയും. അതായത് അവിടുത്തെ സൈനികരും ഇന്ത്യയിലെ ഒരു സൈനികരുടെ എണ്ണം കമ്പയർ ചെയ്താൽ പോലും എത്ര വ്യത്യാസമാണെന്ന് അറിയണം. അപ്പോൾ നമുക്കിപ്പം ഈ ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ കഴിയുള്ള ആണവ അന്തർവാഹിനി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ആണവ ബാലിസ്റ്റിക് മിസൈൽ വഹിക്കാൻ കഴിയുന്ന അഗ്നി 4 എന്ന് പറയുന്ന പുതിയ റോക്കറ്റ്, പുതിയ മിസൈൽ. അപ്പോൾ ഇതൊക്കെയുള്ള ഒരു ഇന്ത്യയുടെ അടുത്താണ് ഈ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ചീഫ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, സെക്യൂരിറ്റി ചീഫ്, അദ്ദേഹത്തിന് മുഖ്യ ഉപദേഷ്ടാവ് എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഷെയ്ഖ് ഹസീന വാതുറക്കരുത്, ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അങ്ങനെ ചെയ്ത് കളയും എന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ ഈ ബംഗ്ലാദേശിന് നിവർന്ന് എന്ന് പറയാൻ കഴിയുന്നല്ല. പക്ഷെ അവരിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട പാർട്ടിയെ ബംഗ്ലാദേശിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നു. അമേരിക്കയുടെ കൃത്യമായ തന്ത്രം. ഇങ്ങനെ തന്ത്രത്തിൻ്റെ ഫലമായിട്ട് ഇവർ കൊണ്ടുവരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ബംഗാളിലും ആസാമിലും ഉൾപ്പെടെ, അതായത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശിലെ കുറച്ച് ഭീകര പ്രവർത്തകരെ കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് കൃത്യമായി മുന്നിൽ കണ്ട് ഇന്ത്യ ബംഗ്ലാദേശിനോട് ഒരക്ഷരവും തിരിച്ചു പറയുന്നില്ല. നമ്മൾ ചെയ്ത ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ ത്രിപുര മേഖലയിൽ വലിയൊരു മഴ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഉണ്ടായപ്പോൾ ഇന്ത്യ ഇവിടുത്തെ ഡാമുകളൊന്ന് ചെറുതായിട്ട് തുറന്നു വിട്ടു. 8 ജില്ലകളാണ് ബംഗ്ലാദേശ് വെള്ളത്തിനടിയിലായി പോയത്. അത്രയും ചെയ്താൽ പോലും തകരുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയുടെ അടുത്ത് കളിക്കുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കയറ്റി അയച്ചാണ് ബംഗ്ലാദേശിൽ തുണി വ്യവസായം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തുണി കയറ്റി അയച്ചിരുന്നത് ബംഗ്ലാദേശിൽ നിന്നായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള തുണി വ്യവസായം ബംഗ്ലാദേശ് ഏതാണ്ട് തകർന്നടിഞ്ഞു. പകരം ഇന്ത്യയിലെ തന്നെ വിവിധ മേഖലകളിൽ ഇപ്പോൾ തുണി നിർമ്മിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളുണ്ട്. അവിടേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ തുണിത്തരങ്ങൾക്ക് വലിയ ഓർഡറുകൾ ലഭിക്കുന്നു. നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ മേഖലയാണ്. ഇപ്പോൾ ബുക്കിംഗ് ആരംഭിച്ചാൽ മാത്രമേ ആ സമയത്ത് കുറഞ്ഞ വിലയ്ക്ക് തുണികൾ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള തുണികൾ നൽകാൻ കഴിയൂ. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു വ്യാവസായിക മേഖല അവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഇന്ത്യയുടെ വ്യാവസായിക മേഖല ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ സൈനികപരമായി ഇത്രയും ശക്തമായി നിൽക്കുന്നു, ലോകരാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് യൂനസിനെ ഉപയോഗിച്ച് ജമാഅത്ത് ഇസ്ലാമി കൃത്യമായൊരു കളി കളിക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കാര്യം, ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമുണ്ട്. അത് എഴുതിയത് നമ്മുടെ ദേശീയഗാനം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇപ്പോൾ അവർ പറയുകയാണ് ഈ ദേശീയഗാനം നമുക്ക് പറ്റുന്നതല്ല, ഇത് ഇസ്ലാമിസ്റ്റ് ഭരണത്തിന് പറ്റിയ ഒരു സാധനമല്ല. മാത്രമല്ല അവരുടെ ദേശീയ പതാക അത് ഡിസൈൻ ചെയ്തത് ഒരു ഹിന്ദു ആയിരുന്നു. ഈ ഡിസൈൻ ചെയ്തത് പോരാ, ഇതിനകത്ത് മുസ്ലിം രാഷ്ട്രത്തിൻ്റെ യാതൊരു സിമ്പലുകളുമില്ല, പ്രത്യേകിച്ച് ചന്ദ്രക്കല പോലെയുള്ള സിമ്പലുകൾ. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഒരു താലിബാൻ ഭരണകൂടത്തെ ബംഗ്ലാദേശിലേക്ക് കൊണ്ട് സ്ഥാപിക്കാനായിട്ട് ഉള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ ഇന്ത്യ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലും ഇന്ത്യ മറുപടി നൽകുന്നില്ല. ഇന്ത്യയുടെ മറുപടി ഒരുപക്ഷെ ആയുധം ഉപയോഗിച്ചോ അല്ലെങ്കിൽ സൈനിക നടപടിയിലൂടെ ആയിരിക്കും. അങ്ങനെയല്ലേ വാർത്ത തോന്നുക? അതെ 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 തീർച്ചയായിട്ടും. അതായത് സിനുജി പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൽ അപ്പുറത്തേക്ക് ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഇന്ത്യയിലൊരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ കുറച്ച് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സിനുജി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ആമസോൺ കാർഡുകൾക്ക് തീപിടിച്ചാൽ പോലും സമരം ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ ഈ ഈ പാലസ്തീൻ അതുപോലെ തന്നെ ഇസ്രായേൽ വിഷയത്തിൽ ഇവിടെ നിരന്തരമായിട്ട് പ്രതിഷേധങ്ങളും അവർക്ക് പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് കരഞ്ഞ് കൂട്ടപ്രാർത്ഥന നടത്തിയിരുന്ന ആളുകളുണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ ഇത്തരം ഒരു വിഷയത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അതിഭീകരമായി ആക്രമിക്കുമ്പോൾ, ബലാത്സംഗം ചെയ്യുമ്പോൾ, കൊല്ലുമ്പോൾ, ഇത്തരത്തിൽ അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടം ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു രാജ്യം, അവിടുത്തെ നമ്മുടെ എല്ലാം ചോര തന്നെയാണ് അവരുമെന്ന് പറയുന്നത്, അവർക്കെതിരെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതികരിക്കുന്നില്ല. ഇവരുടെയൊക്കെ വായിൽ പഴമാണ്. അപ്പോൾ സത്യത്തിൽ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്
രാഷ്ട്രീയപരമായി കുറച്ച് വോട്ട് നേടുക എന്നതാണ് എന്ന് കൃത്യമായി, അതായത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇവർ മിണ്ടിയിട്ടില്ല, അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന യുദ്ധങ്ങളിലും ഇവർ മിണ്ടുന്നില്ല. ഇവർ ഇപ്പോൾ ഏറ്റവും അവസാനമായി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യുമ്പോഴും ഇവർ മിണ്ടുന്നില്ല. അപ്പോൾ ഇത് ഇവരുടെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന് കൂടെ പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമത് സിനോജി പറഞ്ഞതുപോലെ ഈ ഒരു ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പുറത്ത് അവിടെ കൃത്യമായിട്ട് അവർ നമ്മുടെ ദേശീയ പതാകയെ മാറ്റാൻ ശ്രമിക്കുന്നു, ബംഗ്ലാദേശിൻ്റെ ദേശീയ പതാകയെ മാറ്റാൻ ശ്രമിക്കുന്നു, ഒരു ഹിന്ദു രൂപകൽപ്പന ചെയ്തു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ശ്രമിക്കുന്നു. മൊത്തത്തിൽ ഈ നൊബേൽ സമ്മാന ജേതാവിനെയൊക്കെ അവരുടെ ഇടക്കാല സർക്കാരിൻ്റെ തലവനാക്കി വെച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ ഇസ്ലാമിസ്റ്റ് ആ ഒരു തീരുമാനമോ ആശയമോ ഒന്നും വെളുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നടപ്പാക്കുന്നത് കൃത്യമായി അവരുടെ അജണ്ട തന്നെയാണ്. കാരണം ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തോട് ഏറ്റവും മികച്ച രീതിയിൽ ബന്ധം പുലർത്തിയിരുന്ന, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്ന, അവരെ എല്ലാ രീതിയിലും സംരക്ഷിച്ചിരുന്ന ഒരു ഭരണകൂടമാണ് ഹസീനയുടെ ഭരണകൂടം. ഹസീനയുടെ പാർട്ടിയോട് നമുക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉള്ള സമയത്ത് പോലും അവിടെയുള്ള ഹിന്ദുക്കളെ, അവിടെയുള്ള മറ്റു ന്യൂനപക്ഷങ്ങളെയൊക്കെ അവർ കൃത്യമായിട്ട് സംരക്ഷിച്ചിരുന്നു. അത് എല്ലാവിധത്തിലും ഇനി തകരാൻ പോവുകയാണ്. ഇതൊരു സമ്പൂർണ്ണ ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു രീതിയിലേക്കാണ് അവിടുത്തെ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ വെല്ലുവിളിക്കുന്നത് നേരത്തെ സിനൂജി പറഞ്ഞതുപോലെ ആരെയാണ്? ഇന്ത്യയാണ്. ഇന്ത്യയൊന്ന് നിരന്ന് നിന്ന് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാവുന്ന ഒരു രാജ്യം മാത്രമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. സത്യത്തിൽ അതാണ് അവസ്ഥ. അപ്പോൾ ഇത്രയും വലിയ സൈനിക ശേഷിയുള്ള, ഇത്രയും വലിയ പുതിയ പുതിയ ആയുധങ്ങൾ ഓരോ ദിവസവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തെ തകർക്കാൻ മുഹമ്മദ് യൂനസ് എന്നല്ല ആര് വിചാരിച്ചാലും കഴിയില്ല എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് അവരാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിജി പറഞ്ഞ ഒരു കാര്യം, ഈ ബംഗ്ലാദേശിനെ ഒരു താലിബാനാക്കാൻ ഇവർ ശ്രമിച്ചാൽ അത് തടയാൻ ഒരിക്കലും ഇന്ത്യക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടുത്തെ ഭരണകൂടം വേറെയാണ്. ഇപ്പൊ ഹസീനയെ പോലുള്ള ഒരു ഇന്ത്യയുമായി അത്ര സൗഹൃദം പുലർത്തുന്ന ഒരാളല്ല ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സർക്കാരും. ഇനി ഹസീന വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ ചിലപ്പോൾ ഇവിടെ ഇരുന്ന് അജിത് ഡോവലും അല്ലെങ്കിൽ അമിത്ഷായും പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയും ഒക്കെ ഇരുന്ന് ഒരു തന്ത്രങ്ങൾ മെനഞ്ഞിനി മുന്നോട്ട് ഹസീനയെ കൊണ്ടുവരുമോ എന്നെനിക്കറിയില്ല. പ്രത്യേകിച്ച് ബംഗ്ലാദേശിനെ ഒരു കലാപഭൂമിയാക്കിയത് ഹസീനയാണ് എന്നുള്ളത് ബംഗ്ലാദേശിലെ ജനങ്ങളിൽ തന്നെ ഇവർ ഒരു ഭീതി പടർത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഹസീനയ്ക്ക് ഇനി ഒരു സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം തന്നെയാണ്. താലിബാനെ പോലെ ബംഗ്ലാദേശുമാക്കിയാൽ, ബംഗ്ലാദേശിനെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ ഇവരൊക്കെ തുനിഞ്ഞാൽ അക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും? അതായത് ബംഗ്ലാദേശിനെ ഈ ശരിക്കും പറഞ്ഞാൽ താലിബാനേക്കാളും ഭീകരതയുള്ള ഒരു മുസ്ലിം ഭരണകൂടത്തെ അവരോധിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. അതിന് പ്രധാനമായിട്ട് ശ്രമിക്കുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് വന്നിട്ടില്ല. ഇതാദ്യമായി ബംഗ്ലാദേശിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ജമാഅത്ത് ലീഗ് ശ്രമിക്കുന്നത്. കാരണം ഈ താലിബാനേക്കാൾ കൂടുതൽ മുസ്ലിം മത നിയമങ്ങൾ കർശനമായി അടിച്ചേൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. നമുക്കറിയാം ഈ ഖാലിദാസി അവിടെ ഭരണം നടത്തിയപ്പോഴൊക്കെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഖാലിദാസിയെ മാറിയിട്ട് ഈ ഷേഖ് ഹസീന വന്നതോടുകൂടി ഇവരെ ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഇപ്പോൾ ഷേഖ് ഹസീന അവിടുന്ന് പുറത്തു പോയപ്പോൾ എന്താ സംഭവിച്ചത്? അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയെ പൂർണ്ണമായിട്ടും നിഷ്കാസനം ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രവർത്തനവും നടത്തുന്നു. ഹിന്ദു വീടുകളിൽ കയറി സ്ത്രീകളെ, കുട്ടികളെ, ചെറിയ പെൺകുട്ടികളെ ഉൾപ്പെടെ ബലാത്സംഗം ചെയ്യുന്നു, അല്ലെ കൊല്ലുന്നു. സർക്കാർ ജോലികളിൽ നിന്ന് നിർബന്ധപൂർവ്വം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു. അവരെ സമ്മർദ്ദത്തിലാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ശുചിമുറിയിലേക്ക് പോകാൻ പോലും അനുവാദം കൊടുക്കാതെ തുടർച്ചയായി മുറിയിൽ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അത്തരം ഭീകര പ്രവർത്തനം നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമി ഈ ബംഗ്ലാദേശിന്റെ തലപ്പത്തേക്ക് വന്ന് ചില പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് പോലെയുള്ളവരുടെ ഒരു ചിന്താഗതി. അതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ അറിയണം. 1971 ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായി വരുന്നത്, അതായത് പാകിസ്ഥാനിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഇന്ത്യ സൈനിക നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപം കൊണ്ടത്. ആ കാലത്ത് ഇന്ത്യയോട് എല്ലാ നന്ദിയും കാണിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശ് ഇപ്പൊ എന്താ കാണിക്കുന്നത്? നേരെ തിരിഞ്ഞില്ലേ? അപ്പൊ ഈ അവസ്ഥകളൊക്കെ ഇന്ത്യ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. കൃത്യമായി വാച്ച് ചെയ്തിട്ട് ഇന്ത്യക്ക് 7-8 ദിവസം കൊണ്ട് വേണമെങ്കിൽ സമാധാനപരമായ ഒരു യുദ്ധം നടത്തിയിട്ട് പോലും ബംഗ്ലാദേശിനെ കീഴ്പ്പെടുത്താൻ കഴിയും. കാരണം അത്രയേ ഉള്ളൂ ബംഗ്ലാദേശ്. അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ബംഗ്ലാദേശിന് ശക്തമായ തിരിച്ചടി കിട്ടും. അപ്പൊ താലിബാനേക്കാൾ ശക്തമായ ഒരു മുസ്ലിം ഭരണകൂടത്തെ അവരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമി അവരുടെ
വിദ്യാർത്ഥി സംഘടനകളും എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. ഇന്ത്യ ഇപ്പൊ ഈ പ്രകോപനം ഉണ്ടല്ലോ, ഇന്ത്യ അടങ്ങിയിരിക്കണമെന്നൊക്കെ ഉള്ളത്. ഒരു കാര്യം ചെയ്യട്ടെ, ഈ ഹസീന മിണ്ടരുത് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് കൂടിയുള്ള ഒരു താക്കീത്. ഹസീന മിണ്ടരുത് എന്നൊക്കെ എങ്ങനെ പറയുന്നത്? ഇന്ത്യ അഭയം കൊടുത്ത ഒരു സ്ഥലത്ത് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ അവർ മിണ്ടരുതെന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ കൂടെ ഇതിനകത്ത് കളിക്കരുതെന്നാണ് ഡയറക്ടർ പറയുന്നത്. പക്ഷെ ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന വയോധികനായ ഈ നോബൽ സമ്മാന ജേതാവിനെ ഉപയോഗിച്ച് മറ്റവരാണിത് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ആദ്യം അവരറിയണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസാമിലേക്കും ബംഗാളിലേക്കും കുറച്ച് ഭീകരരെയൊക്കെ ഇങ്ങോട്ട് വിട്ടിട്ട് ഇവിടെ കുറച്ച് വിധ്വംസ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു. ഒപ്പം ഇന്ത്യയുടെ ശ്രദ്ധ അങ്ങോട്ട് മാറുന്നു. വരുന്നത് കാശ്മീർ ഇലക്ഷനാണ്. ഈ സമയത്ത് പാകിസ്ഥാനുമായിട്ട് ചേർന്ന് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയുടെ അതിർത്തികളിൽ ഒരു അരാജകത്വം സൃഷ്ടിച്ച് ബംഗ്ലാദേശിൽ ഈ സമയം കൊണ്ട് ഒരു ഭരണകൂടത്തെ ഉയർത്തിക്കൊണ്ടുവരിക. ഇതിന് ലോകരാജ്യങ്ങളുടെ സഹായമുണ്ടോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ സാമ്പത്തികപരമായി സൈനികപരമായി കംപ്ലീറ്റ് ബംഗ്ലാദേശ് തകർന്നിരിക്കുകയാണ്. അരാജകത്വം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവർക്കറിയില്ല. സൈന്യത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു ഭരണകൂടമില്ല. അതുകൊണ്ട് ബംഗ്ലാദേശിന്റെ നിലപാടുകൾക്കെതിരെ ഇന്ത്യ ശക്തമായ ഒരു നിലപാടെടുക്കണമെന്ന് ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാത്തതെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇന്ത്യ ഇവരുടെ ബംഗ്ലാദേശിന്റെ ഒരു ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു നീക്കം നടത്താനുള്ള സാധ്യതയുണ്ടോ? അല്ല, അത്തരത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. ഹസീനയാണ് ഒരു പക്ഷേ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ കുറച്ച് ഇടപെടലുകൾ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേനെ. ഇപ്പോൾ ഇന്ത്യക്ക് അത്തരത്തിൽ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ളൊരു പരിമിതിയുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുഹമ്മദ് യൂനസിന് അമേരിക്കയുടെ കൂടെ ഒരു പിൻബലം ഉള്ളത് കൊണ്ട് തന്നെ മുഹമ്മദ് യൂനസിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ ഇന്ത്യയെ എങ്ങനെ ഉൾപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സിനുജി സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലയിലും ഇന്ത്യ തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ തകർക്കാനെന്ന് ബംഗ്ലാദേശ് വിചാരിച്ചാലോ മറ്റാര് വിചാരിച്ചാലോ അത് നടക്കാത്ത കാര്യമാണ്. അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷെ എങ്കിൽ പോലും ഈ ബംഗ്ലാദേശിൽ ഇത്തരം ഒരു ജമാഅത്തിയൊക്കെ വരുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ താലിബാനേക്കാൾ ഭീകരമെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു അരക്ഷിതാവസ്ഥ, അരാജകത്വമൊക്കെ നമ്മളെ വലിയ രീതിയിൽ ഭയപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത്തരത്തിൽ ആളുകൾ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ നുഴഞ്ഞു കയറി ഇന്ത്യയെക്കുറിച്ച് അസ്വസ്ഥമാക്കാൻ ഇവർക്കൊക്കെ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും ബംഗ്ലാദേശിൽ ഇനി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. തീർച്ചയായും.